വിമാനത്താവളങ്ങളിൽ നിന്ന് അടുത്തിടെ പുറത്തുവന്ന വാർത്തകൾ സുരക്ഷാ വിദഗ്ധരെയും യാത്രക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ GPS സ്പൂഫിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സർക്കാർ പാർലമെന്റിൽ അറിയിച്ചതോടെ ആധുനിക വ്യോമയാന മേഖലയിലെ ഒരു പുതിയതും ഗുരുതരമായതുമായ ഭീഷണിക്ക് അടിവരയിട്ടിരിക്കുന്നു. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അമൃത്സർ തുടങ്ങിയ തിരക്കേറിയ വിമാനത്താവളങ്ങളെല്ലാം ഈ ഭീഷണിയുടെ നിഴലിലാണെന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ഈ GPS സ്പൂഫിംഗ്? എന്തുകൊണ്ടാണ് ഇത് വിമാനങ്ങൾക്ക് ഇത്ര വലിയ ഭീഷണിയാകുന്നത്? വിമാനങ്ങൾ, കപ്പലുകൾ, വാഹനങ്ങൾ തുടങ്ങി എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും കൃത്യമായ സ്ഥാനം, വേഗത, ദിശ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആഗോളതലത്തിലുള്ള സംവിധാനമാണ് GPS. ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളിൽ നിന്നാണ് ഈ സിഗ്നലുകൾ ഭൂമിയിലെ റിസീവറുകളിലേക്ക് എത്തുന്നത്. ഈ സിഗ്നലുകൾ വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. GPS സിഗ്നലുകളെ കൃത്രിമമായി സൃഷ്ടിച്ച തെറ്റായ സിഗ്നലുകൾ ഉപയോഗിച്ച് കബളിപ്പിക്കുന്ന പ്രക്രിയയാണ് GPS സ്പൂഫിംഗ്. ലളിതമായി പറഞ്ഞാൽ, ഒരു ശക്തമായ റേഡിയോ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് യഥാർത്ഥ ഉപഗ്രഹ സിഗ്നലുകളേക്കാൾ ശക്തിയേറിയതും എന്നാൽ തെറ്റായ സ്ഥാനവിവരങ്ങൾ വഹിക്കുന്നതുമായ സിഗ്നലുകൾ വിമാനത്തിൻ്റെ GPS റിസീവറിലേക്ക് അയക്കുന്നു. ഈ തെറ്റായ സിഗ്നലാണ് യഥാർത്ഥ സിഗ്നൽ എന്ന് വിമാനം തെറ്റിദ്ധരിക്കുകയും അതുവഴി അതിൻ്റെ യഥാർത്ഥ സ്ഥാനം, ദിശ എന്നിവയെക്കുറിച്ച് തെറ്റായ ധാരണയിലെത്തുകയും ചെയ്യുന്നു. വിമാനത്തിൻ്റെ കണ്ണാടിയെ കബളിപ്പിക്കുന്നതിന് തുല്യമാണിത്. കണ്ണാടിയിൽ കാണുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് പൈലറ്റ് തെറ്റായ ദിശയിലേക്ക് വിമാനം പറത്താൻ സാധ്യതയുണ്ട്. GPS സിഗ്നലുകളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു പ്രയോഗമാണ് GPS ജാമിംഗ്. ഇത് സ്പൂഫിംഗിൽ നിന്ന് വ്യത്യസ്തമാണ്. GPS സ്പൂഫിംഗ് കൃത്രിമമായ സിഗ്നലുകൾ അയക്കുമ്പോൾ GPS ജാമിംഗ് ചെയ്യുന്നത് GPS സിഗ്നലുകളെ പൂർണ്ണമായും തടയുകയാണ്. സ്പൂഫിംഗ് കാരണം റിസീവറിന് സിഗ്നൽ ലഭിക്കുന്നുണ്ടെങ്കിലും അത് തെറ്റായ സ്ഥാനമാണ് കാണിക്കുന്നത്. ഇത് തെറ്റായ ദിശയിലേക്ക് പോകാൻ സാധ്യത നൽകുന്നു. എന്നാൽ ജാമിംഗ് സംഭവിക്കുമ്പോൾ സിഗ്നൽ ലഭിക്കുന്നില്ല. പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് അനുഭവപ്പെടുകയും നാവിഗേഷൻ തടസ്സപ്പെടുകയും ചെയ്യും. രണ്ട് രീതികളും അപകടകരമാണെങ്കിലും സ്പൂഫിംഗ് കൂടുതൽ അപകടകരമാണ്. കാരണം ജാമിംഗ് സംഭവിച്ചാൽ വിമാനത്തിലെ പൈലറ്റുമാർക്ക് ഉടൻ തന്നെ പ്രശ്നം മനസ്സിലാക്കാനും ഗ്രൗണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സംവിധാനത്തിലേക്ക് മാറാനും സാധിക്കും. എന്നാൽ സ്പൂഫിംഗിൽ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ടെന്നും വിമാനം കൃത്യമായ സ്ഥാനത്താണെന്നും പൈലറ്റ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. വിമാനത്താവളങ്ങളിൽ പ്രത്യേകിച്ചും ലാൻഡിംഗ് സമയത്ത് GPS സ്പൂഫിംഗ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഡൽഹി എയർപോർട്ടിലെ റൺവേ 10-ൽ സാറ്റലൈറ്റ് അധിഷ്ഠിത ലാൻഡിംഗ് ഉപയോഗിച്ച വിമാനങ്ങൾക്കാണ് പ്രശ്നം അനുഭവപ്പെട്ടത്. റൺവേയുടെ കൃത്യമായ കേന്ദ്രീകരണം GPS ഡേറ്റയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ തെറ്റായ GPS ഡേറ്റ ലഭിക്കുമ്പോൾ പൈലറ്റ് റൺവേയിൽ നിന്ന് വ്യതിചലിച്ചോ റൺവേയുടെ അറ്റത്തോ അല്ലെങ്കിൽ റൺവേയ്ക്ക് പുറത്തോ ലാൻഡിംഗ് നടത്താൻ ശ്രമിച്ചേക്കാം. തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഓരോ വിമാനത്തിൻ്റെയും സ്ഥാനം എയർ ട്രാഫിക് കൺട്രോളർമാർ നിരീക്ഷിക്കുന്നത് GPS പോലെയുള്ള സംവിധാനങ്ങളിലൂടെയാണ്. ഒരു വിമാനത്തിന് തെറ്റായ സ്ഥാന വിവരങ്ങൾ ലഭിക്കുമ്പോൾ STCക്ക് തെറ്റായ വിവരങ്ങൾ ലഭിക്കുകയും ഇത് ഒരേ സമയം ഒന്നിലധികം വിമാനങ്ങളെ അപകടകരമായ അടുപ്പത്തിലേക്ക് എത്തിക്കുകയും ചെയ്തേക്കാം. കൂടാതെ ആധുനിക വിമാനങ്ങളിലെ ഓട്ടോ പൈലറ്റ് സംവിധാനങ്ങൾ GPS ഡേറ്റയെ ആശ്രയിച്ചാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. സ്പൂഫിംഗ് ഉണ്ടാകുമ്പോൾ ഓട്ടോ പൈലറ്റ് സംവിധാനം തെറ്റായ വിവരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും വിമാനം അപ്രതീക്ഷിതമായി അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുകയും ചെയ്യാം. ഈ ഗുരുതരമായ ഭീഷണി തിരിച്ചറിഞ്ഞ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഉടനടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2023 നവംബറിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ GPS ജാമിങ്ങോ സ്പൂഫിങ്ങോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യാൻ പൈലറ്റുമാർക്കും ഓപ്പറേറ്റർമാർക്കും നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് മറ്റ് പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു തുടങ്ങിയത്. അസാധാരണമായ GPS പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ പൈലറ്റുമാരും എയർ ട്രാഫിക് കൺട്രോളർമാരും ഉടനടി സ്വീകരിക്കേണ്ട നടപടികൾ വിവരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ പുറത്തിറക്കി. GPS സ്പൂഫിംഗ് റൺവേ 10-ലെ സാറ്റലൈറ്റ് അധിഷ്ഠിത ലാൻഡിങ്ങിനെയാണ് ബാധിച്ചത്. എന്നാൽ ILS പോലെയുള്ള ഗ്രൗണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സംവിധാനങ്ങളെ ഇത് ബാധിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. അതിനാൽ ഇത്തരം പരമ്പരാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും GPS പരാജയപ്പെടുമ്പോൾ ഇവയിലേക്ക് ഉടൻ മാറാനുമുള്ള പരിശീലനം ശക്തിപ്പെടുത്താനും നടപടിയെടുത്തിട്ടുണ്ട്. വില കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് GPS സ്പൂഫിംഗ് നടത്താൻ ഇന്ന് സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സാങ്കേതിക വിദ്യകൾ വലിയ സൈനിക ശക്തികൾക്ക് മാത്രം പ്രാപ്യമായിരുന്നെങ്കിൽ ഇന്ന് അത് ഒരു സാധാരണ ഉപകരണം ഉപയോഗിച്ചു പോലും ചെയ്യാവുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്നോ എന്താണ് ലക്ഷ്യമെന്നോ വ്യക്തമല്ല.
എങ്കിലും ശത്രുരാജ്യങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ, കുറ്റകൃത്യങ്ങൾ ലക്ഷ്യമിടുന്നവർ അല്ലെങ്കിൽ സാങ്കേതിക പരീക്ഷണങ്ങൾ നടത്തുന്നവർ എന്നിവരെയാണ് പ്രധാനമായും വിദഗ്ധർ സംശയിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വ്യോമയാന മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന സൈബർ ആക്രമണമാകാം ഇത്. അതുപോലെ നിയമവിരുദ്ധമായ ചരക്ക് കടത്തുകൾക്കോ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾക്കോ ശ്രദ്ധ മാറ്റാനുള്ള തന്ത്രമായും ഇത് ഉപയോഗിക്കപ്പെടാം. GPS സ്പൂഫിംഗ് ഭീഷണി നേരിടാൻ സാങ്കേതികവും പ്രവർത്തനപരവുമായ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിമാനങ്ങളിലെയും വിമാനത്താവളങ്ങളിലെയും GPS റിസീവറുകൾ സ്പൂഫ് സിഗ്നലുകളെ തിരിച്ചറിയാനും നിരസിക്കാനും കഴിയുന്ന പുതിയ ആന്റി സ്പൂഫിംഗ് സാങ്കേതിക വിദ്യകളിലേക്ക് മാറേണ്ടതുണ്ട്. GPS പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ ആശ്രയിക്കാൻ കഴിയുന്ന ബദൽ സംവിധാനങ്ങളായ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, മെച്ചപ്പെടുത്തിയ ഗ്രൗണ്ട് ബേസ്ഡ് സംവിധാനങ്ങൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും വിമാനത്താവളങ്ങൾക്ക് ചുറ്റുമുള്ള റേഡിയോ സ്പെക്ട്രം നിരന്തരം നിരീക്ഷിക്കാനും അസാധാരണമായ ശക്തമായ സിഗ്നലുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഉറവിടം കണ്ടെത്താനും നിർവീര്യമാക്കാനും സാധിക്കും. GPS പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ ആശ്രയിക്കാൻ കഴിയുന്ന ബദൽ സംവിധാനങ്ങളായ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, മെച്ചപ്പെടുത്തിയ ഗ്രൗണ്ട് ബേസ്ഡ് സംവിധാനങ്ങൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണം. വിമാനത്താവളങ്ങൾക്ക് ചുറ്റുമുള്ള റേഡിയോ സ്പെക്ട്രം നിരന്തരം നിരീക്ഷിക്കണം. അസാധാരണമായ ശക്തമായ സിഗ്നലുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഉറവിടം കണ്ടെത്താനും നിർവീര്യമാക്കാനും സാധിക്കും. GPS സംവിധാനങ്ങൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായ ഡേറ്റ നൽകുകയോ ചെയ്യുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പൈലറ്റുമാർക്ക് തീവ്രമായ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. ആധുനിക വ്യോമയാന മേഖല സാങ്കേതിക വിദ്യയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഓരോ പുതിയ സാങ്കേതിക മുന്നേറ്റവും അതോടൊപ്പം പുതിയ ഭീഷണികളും കൊണ്ടുവരുന്നുണ്ട്. GPS സ്പൂഫിംഗ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു മുന്നറിയിപ്പാണ്. ആകാശയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സൈബർ ഭീഷണിയെ പ്രതിരോധിക്കാൻ സർക്കാർ, സൈനിക, വ്യോമയാന ഏജൻസികൾ യോജിച്ച് പ്രവർത്തിച്ചേ മതിയാകൂ. നാവിഗേഷൻ കൃത്യതയിലെ ഒരു കോംപ്രമൈസും വരുത്താൻ കഴിയില്ല. കാരണം ആകാശത്ത് 1 ഡിഗ്രിയുടെ വ്യതിചലനം പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം.